പ്രഷറിനെയും ഷുഗറിനെയും കൊളസ്ട്രോളിനെയൊക്കെ ഒരു ലാഘവത്തോടു കൂടിയാണ് മലയാളി കാണുന്നത്. ഇതൊക്കെ നാട്ടുനടപ്പ് എല്ലാവർക്കും ഉള്ളതല്ലേ. മാസം മാസം പോയി പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുക, അതുള്ള മരുന്ന് കഴിക്കുക, എന്ത് പേടിക്കാരം. പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? ഒന്നെങ്കിൽ കാല് മുറിക്കാറാകണം, അല്ലെങ്കിൽ കിഡ്നി പോകണം, അല്ലെങ്കിൽ അറ്റാക്ക് വരണം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഓരോന്ന് വന്ന് കണ്ണിൻ്റെ കാഴ്ച പോവുകയോ സെക്സ് പ്രോബ്ലംസ് വരികയോ ലൈഫിനെ ബാധിച്ചു എന്ന് തോന്നുമ്പോഴാണ് പലരും ഒന്ന് ചൂടാകുക. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി കാണും. ഈ ന്യൂറോപ്പതി, റെറ്റോപ്പതി, അതേപോലെ ഇതൊന്നും റിവേഴ്സിബിൾ അല്ല എന്ന് ചിന്തിക്കുക. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കിഡ്നി കേടായി കഴിഞ്ഞാൽ അത് കേടായിക്കൊണ്ടേയിരിക്കും, അത് തിരിച്ചുവരവില്ല അതിന്. സോ ഡാമേജുകൾ, ഇറിവേഴ്സിബിളായിട്ട് ഡാമേജുകൾ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചികിത്സിച്ചിട്ട് എന്താ കാര്യം? ഈ കോംപ്ലിക്കേഷൻ മുഴുവൻ വന്നതിന് ശേഷമാണോ ചികിത്സിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കുക, വേറെ ഏത് രോഗത്തെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണാം, പ്രമേഹത്തെ അങ്ങനെ കാണരുത്. അതൊരു കില്ലർ, സ്ലോ കില്ലർ. ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ ഓരോ അവയവങ്ങളും തടിച്ചെതലത്തിനെന്ന പോലെ ദ്രവിച്ചു പോയിക്കൊണ്ടേയിരിക്കും. പ്രഷർ ഒരു പരിധി വിട്ട് കൂടിയാൽ ഹൃദയാഘാതം വരാം, പക്ഷാഘാതം വരാം, പൊട്ടിപ്പോയ രക്തക്കോല് രണ്ടാമത് അടക്കാൻ പറ്റുമത്. സോ ഈ കോംപ്ലിക്കേഷൻസ് മുഴുവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല വേണ്ടത്. ചികിത്സ എന്ന് പറയുന്നത് കുറേ ഗുളിക കഴിക്കൽ അല്ലാന്ന് നിങ്ങൾ തിരിച്ചറിയുക. കൃത്യമായ ഡയറ്റ് പ്ലാനിങ്ങിലൂടെയും എക്സസൈസിലൂടെയും ഏറ്റവും നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലർ ചെക്കപ്പ് നടത്തി അങ്ങനെ കാലാകാലം എത്ര വർഷം കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. സോ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ എടുക്കുക.